ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ഭദ്രകാളി അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് ഇന്ന്. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ സന്ദേശങ്ങളാണ് നമുക്ക് അമ്മ തരാൻ പോകുന്നതെന്ന്. ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ചുവന്ന കളറിലെ ചെമ്പരത്തി അല്ലെങ്കിൽ ചുവന്ന കളറിലെ തെച്ചി സമർപ്പിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഭഗവതിയുടെ ഉഗ്രരൂപത്തെ തണുപ്പിക്കാനും പ്രസാദിപ്പിക്കാനും കഴിയുന്നതാണ് ഈ ചുവന്ന പുഷ്പങ്ങൾ. ചെമ്പരത്തിയുടെ ചുവന്ന നിറം ഊർജത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ചെമ്പരത്തിപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഭയവും നെഗറ്റീവ് ചിന്തകളും അകലും എന്നും അതേപോലെ തന്നെ ശത്രുദോഷത്തിനും വളരെ ഉത്തമമാണിത്. ഇത് നിങ്ങൾക്ക് 10 പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ വീട്ടിൽ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഭവനത്തിലും ഐശ്വര്യം വർദ്ധിക്കാൻ കാരണമാവും. ഭഗവതി നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അമ്മയുടെ സംരക്ഷണം നിങ്ങളുടെ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ച് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ അമ്പലങ്ങളിൽ രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ കടുംപായസം പോലുള്ള വഴിപാടുകൾ, അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്താം. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. ഇന്ന് എന്തൊക്കെ സന്ദേശങ്ങളാണ് അമ്മ നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആൾക്കാരെ കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. റിലേഷൻഷിപ്പിൽ ഇപ്പം വീട്ടിലാണെങ്കിലും എവിടെ പോയാലും നിങ്ങൾക്കൊരു ആൾക്കാരിൽ നിന്നുള്ള അസൂയ, മാറ്റി നിർത്തുന്നത്, അവഗണന ഒക്കെ നേരിടുന്നത്. നിങ്ങളിപ്പം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നത്തിന് വരുന്ന കുറേ ആൾക്കാർ. അപ്പം ആൾക്കാരെ കൊണ്ട് നീ ബുദ്ധിമുട്ടിയിരിക്കുന്നു അല്ലേ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ശത്രുക്കൾ, ശത്രുഭയം, രോഗം, രോഗപീഠകൾ, മനഃശാന്തിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് പേര്, അതേപോലെ തന്നെ വിവാഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ മനസ്സിൽ ഭയം നിറയുന്നത്, തുടർച്ചയായ രോഗദുരിതം പിന്തുടരുക, നിങ്ങൾക്ക് ന്യായമായി കിട്ടിയ തുക പോലും അത് നഷ്ടപ്പെട്ടു പോകുന്നത്, കുടുംബകലഹം, ചിലരിൽ മദ്യപാനമൊക്കെ കൂടുതലായിട്ട്, അങ്ങനെ ലഹരി പദാർത്ഥത്തോടൊക്കെ, അതൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് അമ്മ പറയുന്ന ഒരു സന്ദേശം. ഇന്ന് ഭദ്രകാളി അമ്മ നിങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു സന്ദേശം എനിക്ക് കാണാൻ കഴിയുന്നത്, അമ്മ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആൾക്കാരെ കൊണ്ട്, ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിലാണെങ്കിലും രക്തബന്ധങ്ങളിലും അതേപോലെ തന്നെ വെളിയിൽ പോയാലും ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളെ അകാരണമായിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ദ്രോഹിക്കുന്നതും അമ്മ കാണുന്നുണ്ട്. അതിനി നടക്കത്തില്ല എന്ന് തന്നെയാണ് അമ്മ ഭദ്രകാളി ഭദ്രതയും ഉറപ്പും നൽകുന്നവളാണ്. ഇനി നിൻ്റെ മേൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ അമ്മ ചുമ്മാതെ നോക്കിയിരിക്കത്തില്ല എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. നീ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഒന്നും അമ്മ മറന്നിട്ടില്ല. അമ്മയും, നീ കരയുമ്പോൾ ഞാനും കരയുന്നുണ്ട്, നീ വിഷമിക്കുമ്പോൾ ഞാനും വിഷമിക്കുന്നുണ്ട്. നീ മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവഗണനകളും ഏറ്റ് നീ മനസ്സൊരുപാട് നീറിയാണ് കഴിയുന്നത്. ഞാനത് കാണാതെ ഇരിക്കുന്നില്ല. നീ എനിക്ക് എൻ്റെ മകളും മകനുമാണ്. ഞാനതൊരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. നിന്നെ ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല. നിനക്ക് നിൻ്റെ സന്തോഷത്തിലാണെങ്കിലും നിൻ്റെ ദുഃഖത്തിലാണെങ്കിലും. അതേപോലെ തന്നെ പറയുന്നത്, ഈ പ്രണയബന്ധങ്ങൾ, ലവ് റിലേഷൻഷിപ്പിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത്, അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അതൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിട്ട് മാറും. അതിപ്പോൾ കുടുംബാന്തരീക്ഷമാണെങ്കിൽ പോലും അമ്മ മാറ്റും എന്നാണ് പറയുന്നത്. എന്നാൽ പോലും നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും ചില ആൾക്കാരുടെ പ്രവർത്തികൾ, ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾക്കുള്ള ഒരു വാണിംഗാണ് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. എനിക്ക് അറിയത്തില്ല, ഞാൻ 2 തവണ റീഡിങ് എടുത്തപ്പോഴും അമ്മ ഇത്രയും വളരെയധികം വളരെ ശാന്തമായിട്ടായിരുന്നു സംസാരിച്ചതെങ്കിൽ ഇത്തവണ വളരെയധികം രോക്ഷാകുല ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ്. നിങ്ങൾ അത്രയും നിങ്ങൾ കുഴഞ്ഞിരിക്കുന്നു, നിങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അമ്മയും മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഒരിക്കലും ഒരു ദുരിതത്തിലേക്ക് ഇട്ടിട്ട് അമ്മ ഒരിക്കലും പോവത്തില്ല. നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ മക്കളെ ഞാൻ
ഒരിക്കലും ഒരു ദുരിതത്തിലും ഇട്ടിട്ട് പോകത്തില്ല. നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ തന്നെ വകവരുത്തും എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് അമ്മ നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ തരുന്നു. നീ സമാധാനമായിട്ടും സന്തോഷത്തോടെയും ഇരുന്നോ, നീ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ നിൻ്റെ കൂടുണ്ട്. നിൻ്റെ ഭക്തി, എന്നോടുള്ള ഭക്തി വെടിയരുത്. നീ എന്നെ ആശ്രയിക്കണം, നീ എന്നെ ശരണമാക്കണം എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. നിന്നെ അകാരണമായിട്ട് ഒരു കാരണവുമില്ലാതെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അമ്മ തന്നെ നേരിട്ട് പണി കൊടുത്തോളും. അത് ഓർത്ത് നീ വിഷമിക്കേണ്ടതില്ല എന്നുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പും ഒരു സന്ദേശവുമാണ് അമ്മ പറയുന്നത്. നിൻ്റെ കടഭാരങ്ങൾക്ക് മേൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അതിന് നിനക്കൊരു സഹായം നിനക്ക് ലഭിക്കും എന്നാണ് അമ്മ പറയുന്നത്. അതേപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിന്നെ ഭയങ്കരമായിട്ട് അമ്മ സംരക്ഷിച്ചിരിക്കും. അമ്മയുടെ വലിയൊരു പ്രൊട്ടക്ഷൻ നിനക്ക് എവിടെയും ഉണ്ടായിരിക്കും. ഇനി കഴിഞ്ഞ നാളുകൾ പോലല്ല, നിനക്ക് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കത്തക്കവണ്ണം അമ്മ പ്രവർത്തിച്ചിരിക്കും. ഇത് അമ്മ നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ഒരു ഉറപ്പാണ്. അത് അമ്മ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഇനി ആരുടെയും കയ്യിൽ നിങ്ങളെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കാൻ അമ്മ തയ്യാറല്ല. അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മ അതിന് നേരിട്ട് തന്നെ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം, നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട എന്നാണ് വലിയൊരു സന്ദേശം തരുന്നത്. ഇതൊരു വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞതിലൊക്കെ നിങ്ങളെ ഒരു സമാധാനിപ്പിച്ച് നിർത്തുന്നതാണെങ്കിൽ ഇത്തവണ അമ്മ വലിയൊരു ഉറപ്പ് തന്നെ തരുവാണ്. ഇനി എൻ്റെ മക്കളെ ദ്രോഹിക്കാൻ ഞാൻ ഇട്ട് തരത്തില്ല. അതാരാണെങ്കിലും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രക്തബന്ധങ്ങൾ പോലും നിങ്ങളെ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ആക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും ഇടപെട്ട് സംസാരിച്ച് വഷളാക്കിയും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇനി സർവനാശം അമ്മ വിതയ്ക്കും എന്ന് തന്നെയാണ് അമ്മയുടെ ഒരു വലിയ ഉറപ്പും വലിയൊരു സന്ദേശവും മുന്നറിയിപ്പും ഒക്കെയാണ് ഈ റീഡിങ്ങിലൂടെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിരിക്കാം. അമ്മ വലിയൊരു സന്ദേശമാണ് നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ മറന്നു പോകാതെ നിങ്ങൾ അമ്മയ്ക്ക് പ്രാർത്ഥിക്കണം, നിങ്ങൾ അമ്മയിൽ ശരണം പ്രാപിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ നാമങ്ങൾ ചൊല്ലി അമ്മയെ ആരാധിക്കണം. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഒരുപാട് പേര് കേൾക്കേണ്ട ഒരു റീഡിംഗ് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.